ദില്ലി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. വൈകിയാണെങ്കിലും കോൺഗ്രസ് തെറ്റുതിരുത്തിയിരിക്കുന്നു. കെജ്രിവാളിന് നീതി ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ട് ദില്ലിയിൽ പ്രതിപക്ഷ പാർട്ടികൾ സംഘടിപ്പിച്ച മഹാറാലിയിൽ നെഹ്റു കുടുംബത്തിലെ നേതാക്കൾ കൂട്ടത്തോടെ പങ്കാളികളായി. ഈ നിലപാട് കോൺഗ്രസ് നേരത്തെ കൈക്കൊണ്ടിരുന്നെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടി ഇന്നത്തെ ഗതികേടിൽ എത്തില്ലായിരുന്നു. बीजेपी वाले ये कह रहे हैं कि केजरीवाल जी जेल में है, इन्हें इस्तीफा देना चाहिए. क्या केजरीवाल जी को इस्तीफा देना चाहिए? രാജ്യത്തെ 30 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ മഹാറാലിയിൽ പങ്കെടുത്തു. അവരിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു. രാംലീല മൈതാനവുമായി കോൺഗ്രസിന് ഓർക്കാൻ മടിക്കുന്ന ഒരു ബന്ധമുണ്ട്. കോൺഗ്രസിന്റെ തകർച്ചയുടെ തുടക്കം ഈ രാംലീല മൈതാനത്തിൽ നിന്നുമാണ്. ഇന്ദിരാഗാന്ധി സർവശക്തയായ കാലം 1971 കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ റായ്ബറേലിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി കൃത്രിമം കാണിച്ചതായി ബോധ്യപ്പെട്ടു. അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കി. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ഇന്ദിരാഗാന്ധി രാജിവെക്കേണ്ടതായിരുന്നു. രാജിവെച്ചില്ലെന്ന് മാത്രമല്ല, രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എതിരാളികളെ കൂട്ടത്തോടെ ജയിലിലടച്ചു. പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നു. കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും വേട്ടയാടപ്പെട്ടു. 1977 മാർച്ച് 21 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിച്ചു. അമിത ആത്മവിശ്വാസത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥയ്ക്കെതിരായ ജനമുന്നേറ്റങ്ങളുടെ നേതൃസ്ഥാനത്ത് ജയപ്രകാശ് നാരായണനായിരുന്നു. പ്രതിപക്ഷത്തെ സോഷ്യലിസ്റ്റ് പാർട്ടി, ലോക്ദൾ, സംഘടനാ കോൺഗ്രസ്, ജനസംഘം എന്നീ പാർട്ടികൾ ലയിച്ചു. ജനതാ പാർട്ടി എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു. 1977 ഫെബ്രുവരി 7 ജനതാ പാർട്ടി ദില്ലിയിലെ രാംലീല മൈതാനത്തിൽ വൻ റാലി സംഘടിപ്പിച്ചു. റാലിയിൽ പങ്കെടുത്തത് 5 ലക്ഷത്തോളം പേർ. റാലിയുടെ വൻ വിജയം കണ്ട് ഇന്ദിരാഗാന്ധി ശരിക്കും പകച്ചു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അടിപതറി. കോൺഗ്രസിന് ലഭിച്ചത് 154 സീറ്റുകൾ. 295 സീറ്റുകളുമായി ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിയും അമേഠിയിൽ സഞ്ജയ് ഗാന്ധിയും വൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങി. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ഫാസിസത്തിന് രാജ്യം തടയിട്ടു. പതിറ്റാണ്ടുകൾക്കിപ്പുറം കൂടുതൽ ഭീതിതമായ രീതിയിൽ മറ്റൊരു ഫാസിസം രാജ്യത്തെ കീഴടക്കുകയാണ്. ആ ഫാസിസത്തിന്റെ നട്ടെല്ല് വർഗീയതയാണ്. പഴയ ഫാസിസ്റ്റ് ഭരണാധികാരി ഇന്ദിരാഗാന്ധിയുടെ മരുമകളും പേരക്കുട്ടികളും ഇന്ന് ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിന്റെ വേദിയിലുണ്ട്. ദില്ലിയിൽ സമീപകാലം വരെ കോൺഗ്രസിന്റെ മുഖ്യശത്രു ആം ആദ്മി പാർട്ടിയായിരുന്നു. രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് നടന്ന അഴിമതി വിരുദ്ധ സമരത്തിലൂടെയാണ് ആം ആദ്മി പാർട്ടി വളർന്നത്. അണ്ണാ ഹസാരെ നടത്തിയ നിരാഹാര സമരം ജനപിന്തുണ നേടി. അഴിമതിയുടെ കാര്യത്തിൽ മോദി സർക്കാർ മൻമോഹൻ സിംഗ് സർക്കാരിനെ കടത്തിവെട്ടിയിരിക്കുന്നു. രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണ്. പക്ഷേ അണ്ണാ ഹസാരയ്ക്ക് മിണ്ടാട്ടമില്ല. ഹസാരെ ഇന്ന് മോദിയുടെ വിശ്വസനാണ്. ഹസാരെയുടെ അഴിമതിക്കെതിരായ പോരാട്ടം അരാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു. അരാഷ്ട്രീയതയുടെ രാഷ്ട്രീയം വലതുപക്ഷമാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ അരാഷ്ട്രീയത വർഗീയമാണ്. വർഗീയ ഫാസിസത്തിന് വളക്കൂറുള്ള മണ്ണാണ്. എതിരാളികളെ എന്ത് വില കൊടുത്തും ഇല്ലാതാക്കുക എന്ന ഫാസിസ്റ്റ് നയത്തിന്റെ ഭാഗമാണ് കെജ്രിവാളിന്റെ അറസ്റ്റ്. ED ഇന്ന് ഗുണ്ടാസംഘത്തെ പോലെയാണ്. പ്രതിപക്ഷ നേതാക്കളെ ഭീഷണിപ്പെടുത്തും. ഒന്നുകിൽ BJPയിൽ ചേരാം, അല്ലെങ്കിൽ ജയിലിൽ പോകാം. EDയുടെ ഭീഷണിയെ തുടർന്ന് നിരവധി കോൺഗ്രസ് നേതാക്കൾ BJPയിൽ ചേർന്നു. ഇതിന് തയ്യാറാവാത്തവരാണ്
ആം ആദ്മി പാർട്ടി നേതാക്കൾ. മദ്യനയ കേസിൽ ആദ്യം ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്തു. BJPയുടെ ഈ ഫാസിസ്റ്റ് നടപടിയെ ന്യായീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. മനീഷ് സിസോദിയയെ മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിനെ കൂടി അറസ്റ്റ് ചെയ്യണം എന്നതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ കോൺഗ്രസിന് നിലപാട് മാറ്റേണ്ടി വന്നു. കാരണം ദില്ലിയിലെ കോൺഗ്രസ് അടിമുടി തകർന്നിരിക്കുന്നു. അവശേഷിക്കുന്ന ശക്തിയെങ്കിലും നിലനിർത്തണമെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ ലഭിച്ചേ തീരൂ. അവിടുത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ കോൺഗ്രസ് അവിടുത്തെ പോലീസിനൊരു ഹർജി കൊടുത്തു. അതിൻ്റെ മേലെയാണ് പോലീസ് കേസെടുക്കുന്നത്. ആ കേസാണ് EDക്ക് എത്തിച്ചേരാനുള്ള വഴിയായി മാറിയത്. അവിടെ നിന്നോ അവിടെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട മന്ത്രി മനീഷ് സിസോദിയ, അദ്ദേഹത്തെ ED അറസ്റ്റ് ചെയ്തു. എല്ലാവരും അതിനെ എതിർക്കുകയാണ്. കോൺഗ്രസ് എതിർക്കുകയാണോ ചെയ്തത്? കോൺഗ്രസ് പറഞ്ഞു, എന്തുകൊണ്ട് കെജ്രിവാളിൻ്റെ അടുത്ത് എത്തുന്നില്ല? കെജ്രിവാളല്ലേ ഇതിന് നേതൃത്വം കൊടുത്തത്? കെജ്രിവാളിനല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? കെജ്രിവാളിനെതിരെയല്ലേ കേസ് വേണ്ടത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്? ഇതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. 80കളുടെ അവസാനത്തോടെ രാജ്യത്ത് സംഘപരിവാർ ശക്തരായി. ബാബറി മസ്ജിദിന്റെ പൂട്ട് തുറന്നുകൊടുത്ത രാജീവ് ഗാന്ധിയുടെ നടപടി ത്വരിതപ്പെടുത്തിയത് കോൺഗ്രസിന്റെ വളർച്ചയല്ല, BJPയുടെ കുതിപ്പാണ്. ബാബറി മസ്ജിദ് തകർക്കാൻ കോൺഗ്രസ് ഒത്താശ ചെയ്തു. അതോടെ ന്യൂനപക്ഷങ്ങളും മതേതരവാദികളും കോൺഗ്രസിൽ നിന്നകന്നു. കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിലൂടെ മാത്രമേ നിലനിൽക്കാനാവൂ എന്ന യാഥാർത്ഥ്യം മനമില്ലാ മനസ്സോടെ കോൺഗ്രസ് അംഗീകരിച്ചു. 10 വർഷക്കാലം മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ കൂട്ടുകക്ഷി സർക്കാർ രാജ്യം ഭരിച്ചു. രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചതോടെ കോൺഗ്രസ് കടപുഴങ്ങി വീണു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് കീഴിൽ പാർട്ടി ദുർബലമായി. മല്ലികാർജ്ജുൻ ഖാർഗെയെ മുൻസീറ്റിലിരുത്തി രാഹുൽ ഗാന്ധി തന്നെയാണ് ഇന്നും കോൺഗ്രസിന്റെ ചക്രം തിരിക്കുന്നത്. മോദിയുടെ വർഗീയ നയങ്ങൾക്കോ നവ ഉദാരവൽക്കരണ നയങ്ങൾക്കോ എതിരെ സമരം ചെയ്യാൻ രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നില്ല. മാത്രമല്ല അഴിമതി നടത്താനായി BJP കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ടിൽ കോൺഗ്രസും പങ്കാളികളായി. क्रिकेट में उसको मैच फिक्सिंग कहा जाता है. हमारे सामने लोकसभा का चुनाव है. अंपायर किसने चुने? नरेंद्र मोदी ने. हमारी टीम में से मैच शुरू होने से पहले 2 खिलाड़ियों को अरेस्ट करके अंदर कर दिया. तो भाइयों और बहनों, ये जो चुनाव हो रहा है, नरेंद्र मोदी जी इस चुनाव में मैच फिक्सिंग करने की कोशिश कर रहे हैं. മോദിക്കെതിരെ ഗീർവാണ പ്രഭാഷണം നടത്തുന്ന രാഹുൽ ഗാന്ധി പക്ഷേ BJPക്കെതിരെ മത്സരിക്കാൻ തയ്യാറല്ല. കേരളത്തിൽ BJP ദുർബലമാണ്. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ ഇടതുപക്ഷം ശക്തമായി ചെറുക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ BJP വളരാത്തത്. അങ്ങനെയുള്ള കേരളത്തിൽ വന്ന് LDFനെതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ നടന്ന അഴിമതികളുടെ വിശദാംശങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യം കണ്ട അഴിമതികളിൽ ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ നടന്നത്. രാജ്യം ഭരിക്കുന്ന BJP മാത്രമല്ല, മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും ഇതിൽ പങ്കാളികളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം.